ശലോമോൻ രാജാവ് വിവേകപൂർവം സത്യം തെളിയിച്ചതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അനന്തരം 2 വേശ്യകൾ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. അവരിൽ ഒരുവൾ പറഞ്ഞു, യജമാനനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തൻ്റെ മകൻ്റെ മേൽ കിടന്നു പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റു. അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികെ നിന്ന് അടിയൻ്റെ മകനെ എടുത്തു അവളുടെ വശത്തും അവളുടെ മരിച്ച മകനെ അടിയൻ്റെ വശത്തും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നതായി കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അപ്പോൾ മറ്റേ സ്ത്രീ, അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിൻ്റെ മുമ്പിൽ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ഒരു വാൾ കൊണ്ടുവരുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്നു. പകുതി ഒരുവൾക്കും പകുതി മറ്റവൾക്കും കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് മനം നൊന്തുകൊണ്ട് രാജാവിനോട്, അയ്യോ, എൻ്റെ യജമാനനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലുകയരുത്, അതിനെ അവൾക്ക് കൊടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു. മറ്റേവളോ, എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പിൻ, അവൾ തന്നെ അതിൻ്റെ അമ്മ എന്ന് കൽപ്പിച്ചു.